ഏകദേശം 6 വർഷത്തോളമായിട്ട് 4000 കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. അത് ഇന്നും യാതൊരു കുറവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴി അറവ് മാലിന്യം എന്ന ഫ്രഷ് കട്ട് എന്ന കമ്പനി വന്നതോടുകൂടി തന്നെ ഞങ്ങൾക്ക് ശുദ്ധവായുവും ശുദ്ധജലവും ലഭിക്കാതെയായി. ഈ താമരശ്ശേരി താലൂക്കിൽ വരെ ഉപയോഗിക്കുന്നത്, ഹോസ്പിറ്റലിലേക്കും ഉപയോഗിക്കുന്നത് ആ ഇരുതുള്ളി പുഴയിൽ നിന്നും പമ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ജലമാണ്. അപ്പൊ രോഗികൾ ഉപയോഗിക്കുന്നതും ആ ജലമാണ്. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു വിശേഷവും ഉണ്ടായിട്ടില്ല. ഒക്ടോബർ 21-ാം തീയതി നടന്ന സമരത്തെ, വളരെ ശാന്തമായിക്കൊണ്ട് നടന്നിരുന്ന സമരത്തെ അത് രോഷാകുലമാക്കുകയും അവിടെ വെച്ചുണ്ടായ പോലീസും ആളുകളും തമ്മിലുള്ള സമര ഭടന്മാരും തമ്മിൽ ഏറ്റുമുട്ടുകയും അന്നുണ്ടായ ആ ഒരു പ്രശ്നത്തിന് ബാക്കിയായിക്കൊണ്ട് പോലീസുകാരുടെ നിരനായാട്ട് വീടുകൾ തോറും കയറി ഇറങ്ങി ആളുകളെ പിടിച്ചുകൊണ്ട് പോകാം. ഞാന് മുൻ മെമ്പറായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന മെമ്പറും ഞാനും ഇത് ഓമശ്ശേരി മെമ്പറാണ്. ഞങ്ങളെല്ലാം 1 മാസത്തോളം ഒളിവിൽ കഴിയേണ്ടതായിട്ട് വന്നു. വീട്ടുകാരെയെല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ സമരത്തിൽ പങ്കെടുത്തു, അത് സത്യം തന്നെയാണ്. വേറെ ഒന്നിനുമല്ല. ശുദ്ധവായു ശുദ്ധജലവും, ജനിച്ച മണ്ണിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധവായു ശുദ്ധജലം വേണം. അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ഒറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. പക്ഷെ ഇന്നും അതിനൊരു അറുതി വന്നിട്ടില്ല. ഇന്നും സ്മെല്ലാണ്, രാവും പകലും ഇല്ലാത്തതുപോലെ തന്നെ സ്മെല്ലാണ്. പുഴയിലെ വെള്ളവും മലിനമായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇന്ന് ഓരോരുത്തരുടെയും കിണറുകളിലെ വെള്ളം ഓരോ ദിവസം വറ്റി ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് ഓരോ വാർഡിലെയും ആളുകളെ മെമ്പർമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം ഇല്ലാതാന്ന് വറ്റിപ്പോകുന്ന അവസ്ഥയിലും ഇന്നും ആ പുഴ മലിനമായിട്ട് തന്നെയാണ് ഒഴുകുന്നത്. അതേസമയം അവിടെ തൊഴിലുറപ്പുകാരെ കൊണ്ട് വാർഡിലെ ആളുകളും കൂടി കൂടിയിട്ട് ചാക്കിൽ മണൽ നിറച്ച് ബണ്ട് കെട്ടി, അതായത് തടയണ നിർമ്മിച്ച് വെള്ളം നിലനിർത്തുന്ന ഒരു അവസ്ഥാവിശേഷം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതായത് കരിമ്പാലകുന്ന് വാർഡിലെല്ലാം എല്ലാ കിണറുകളിലും വെള്ളം നിലനിൽക്കുമായിരുന്നു. ആർക്കും കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ബണ്ട് കെട്ടി ആ ഒരു വെള്ളം അവിടെ തടഞ്ഞു നിർത്തുന്നതിന് സാധിക്കുന്നില്ല. കാരണം മലിനമായ ജലമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ പുഴയിലേക്ക് ചെന്ന് നോക്കിയാൽ അറിയാം. ഒരു കോലിട്ടിളയ്ക്കാൻ മതി, ആ വെള്ളത്തിൽ നിന്ന് ഭയങ്കരമായ രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഞങ്ങൾ ജനകീയ സമരം, ഞങ്ങൾക്കൊരു ഈ ഒരു ശുദ്ധവായും ശുദ്ധജലം ലഭിക്കുന്നവരെ ജനകീയ സമരം മുമ്പോട്ട് തന്നെ പോകും. ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അതാണ്. കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാവി തലമുറയ്ക്കും ഞങ്ങളുടെ മക്കൾക്കും സ്വൈര്യമായ ജീവിതം ജനിച്ച മണ്ണിൽ ജനിച്ച നാട്ടിൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം മെമ്പർ പറഞ്ഞതുപോലെ 6 വർഷക്കാലമായിട്ട് നടക്കുന്ന ഒരു സമരമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ 21-ാം തീയതി നടന്ന സമരം ജനകീയമായ സമരം തന്നെയായിരുന്നു. ഈ ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ പ്ലാന്റ് ആ കമ്പനി കൊണ്ട് പ്രയാസം ഉണ്ടായിട്ടാണ് ഈ 4000-ഓളം വരുന്ന ജനങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതും പൈതങ്ങളടക്കം വീട്ടിൽ കിടക്കുന്ന രോഗികളടക്കം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നും തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ജനകീയമായിട്ടുള്ള ഒരു സമരം, അത് ശുദ്ധവായു ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് നടത്തിയ സമരത്തിലേക്ക് സമരം പ്രക്ഷോഭകരമാക്കിയത് പോലീസുകാർ വന്നതിന് ശേഷമാണ്. അല്ലാതെ നല്ല ശാന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഉപരി ഇപ്പം സമരം ജനകീയമായി നടത്തി, ശാന്തമായി നടത്തി. ഈ ഫ്രഷ് കട്ട് പ്ലാന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ദുരിതം വേറെ, സ്മെല്ല് ഉൾപ്പെടെയുള്ള ദുർഗന്ധം, അതേപോലെ പുഴയിൽ ഒഴുക്കുന്ന മാലിന്യം, ഇതിന്റെ ഒക്കെ ദുരിതത്തിന് പുറമെ ഈ പോലീസ് ഹരാസ്മെന്റും കേസും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഞങ്ങൾ തന്നെയാണ് വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ ദുരിതമൊക്കെ ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാ. ഈ ദുർഗന്ധോ അല്ലെങ്കിൽ ഈ പുഴയിൽ ഒഴുക്കി വിടുന്നതോ അതിനൊരു പരിഹാരം അത് അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ അത് എന്നുണ്ടാവുന്നോ അന്ന് വരെ ഞങ്ങൾ ഈ സമരം ജനകീയമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് ഇതിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അത് എന്നാണോ അവസാനിപ്പിക്കുന്നത് അന്ന് വരെ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂള്. അവിടെയുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും വീടുകളിൽ ചില അധ്യാപകരൊക്കെ അവിടെ അടുത്തുള്ള വീടുകളിലുണ്ട്. പിന്നെ ഈ കുട്ടികളും പകലും രാത്രിയും
ഈ ദുർഗന്ധം അനുഭവിച്ചുകൊണ്ടാണ് അതുങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വേറെ ഉണ്ട്. അപ്പോൾ പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് വീടുകളിൽ കിടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു വിരുന്ന്, അതൊക്കെ എത്രയോ തവണ പറഞ്ഞതാണ്. ഈ ദുരിതത്തിന് ഇന്ന് വരെ ഒന്നുകൊണ്ട് ഒരു അറുതിയും വന്നിട്ടില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് എന്നാണ് ബോധിപ്പിക്കാനുള്ളത്. വേറെ ഒന്നുമില്ല, ഒരു അറുതിയും ഇതുവരെ വന്നിട്ടില്ല.